നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പെപ്പർ ചിക്കൻ റോസ്റ്റാണ്. അതിനുവേണ്ടി ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1.5 കിലോ, സവാള സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് 3 എണ്ണം, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗരം മസാല, ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത്, മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ആദ്യമായിട്ട് നമുക്ക് ഈ ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ആവശ്യമായ സാധനങ്ങൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇത്തിരി കുരുമുളക് പൊടി ആഡ് ചെയ്യുക, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, കുറച്ച് ഉപ്പ്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ വയ്ക്കാം. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. പാൻ ചൂടാകുമ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേനും കടുക് ഇട്ട് വെക്കുക. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ആഡ് ചെയ്യാം. സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ,
അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടി ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ട് വരുന്നതിനായിട്ട് നമുക്കൊരു ഇത്തിരി ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് ചേർക്കുന്ന പെട്ടെന്ന് സവാള വഴണ്ട് കിട്ടും. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച് വെച്ചിരുന്നതാണ്. ഇതും കൂടെ ആഡ് ചെയ്ത് എല്ലാം ഒന്ന് ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ മൂടി വെച്ചിരുന്നത് തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങുന്നുണ്ട് ചിക്കനിൽ നിന്ന്. ഒന്നുകൂടി നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. ഇടയ്ക്ക് ഇത് ഇളക്കിയിട്ട് കൊടുക്കണം. ഇനി ഇത് വീണ്ടും മൂടി വെച്ച് നന്നായിട്ട് വേവിക്കാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ വെന്തു. നമ്മുടെ പെപ്പർ ചിക്കൻ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇത്തിരി കുരുമുളക് പൊടി കൂടുക. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പെപ്പർ ചിക്കൻ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്.